ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ചാനൽ അല്ലെങ്കിലും എല്ലാം സ്പെഷ്യൽ അല്ലേ. സോ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബോട്ടിയാണ്. ബോട്ടിന്ന് തന്നെയാണ് പറയുന്നത്. ചിലവരതിനെ പോട്ടി എന്ന് പറയും, ചിലവരതിനെ കുടൽ എന്ന് പറയും. പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു വീഡിയോയുടെ ഇൻട്രോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഓടി വന്നിരുന്നതാണ് ആഞ്ചലീന. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പോട്ടി റെസിപ്പിയിലേക്ക് സ്വാഗതം. So again, welcome back to my channel. സവാള ഇടത്തരം വലുപ്പത്തിലുള്ള 2 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കൊച്ചുള്ളി ഒരു പിടിയോളം, നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം ആയിക്കോട്ടെ, വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ്, ഇത് ചെറുതായി പോട്ടിയുടെ അളവിൽ അരിഞ്ഞത്, മസാലക്കൂട്ട് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, ചെറിയ ജീരകം. സവാള കനം കുറച്ചരിഞ്ഞ് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ബോട്ടി. ഇത് നന്നായി വൃത്തിയായി കഴുകി 8 മുതൽ 10 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് പോട്ടി ഗ്രേവി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ ഇന്ന് ബോട്ടി ഗ്രേവി തയ്യാറാക്കാൻ പോകുന്നത് ഈ കുക്കറിലാണ്. നന്നായി ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനായുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായാൽ ഇതിലേക്ക് മസാലക്കൂട്ട് ചതച്ചത് ചേർക്കുക. ഈ ഒരു സമയത്ത് മസാലക്കൂട്ടിൻ്റെ വല്ലാത്തൊരു മണം നമ്മുടെ മൂക്കിലടിക്കും. ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എരിവിനായിട്ട് 2 പച്ചമുളക് കീറിയതും കൊച്ചുള്ളി നെടുകനെ മുറിച്ചതും കൂടെ ചേർക്കുക. കൊച്ചുള്ളി ചെറുതായി അരിയണമെന്നില്ല, കാരണം ഇതിൻ്റെ കൂടെ നന്നായി വഴറ്റാനുള്ളതാണ്. പിന്നെ സവാളയും ഉള്ളിയും പെട്ടെന്ന് വഴറ്റാനായിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റുക. സവാളയും ഉള്ളിയും നന്നായി വഴണ്ട് ഏകദേശം ഈ ഒരു പാകമാകുമ്പോഴേക്കും സംഭവം റെഡി. ഇനിയാണ് ഇതിലേക്ക് മസാലക്കൂട്ടുകളുടെ വരവ്. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ 1.5 ടീസ്പൂൺ മുളക് പൊടിയും അതേ ടീസ്പൂണിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, അത് ഏത് ബ്രാൻഡും ആവാം. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല. മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. മസാല നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, അതായത് ഇടിച്ച മുളകും ചേർത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മസാല മൂപ്പിച്ചെടുക്കുക. മസാല നന്നായി മൂത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ ചെറു ചൂടുവെള്ളം ഒഴിക്കുക. കറിക്ക് എന്തോരമാണ് ചാറ് വേണ്ടത് ആ അളവിൽ വേണം വെള്ളമൊഴിക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുക. സോസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഗ്രേവി നന്നായി തിളച്ച് കുറുകി വരുന്ന പാകത്തിനാവുമ്പോൾ ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ച കുടല് ചേർത്ത് യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ കുക്കറിൻ്റെ അടുപ്പ് അങ്ങോട്ട് മൂടി വെക്കുക. ഇനി ഈ മസാലക്കകത്ത് കിടന്ന് നമ്മുടെ ബോട്ടി ഒന്ന് നന്നായി വേകട്ടെ. കുക്കറിൻ്റെ എല്ലാ പ്രഷറും പോയി നമ്മൾ തുറന്നു നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. നാവിൽ കൊതി ഊറിപ്പിക്കുന്ന വല്ലാത്തൊരു മണം ഇപ്പം തന്നെ നമ്മുടെ മൂക്കിലേക്ക് അങ്ങോട്ട് തിളച്ച് കയറും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ വായിൽ കപ്പലിടാൻ പാകത്തിലുള്ള സ്പെഷ്യൽ ബോട്ടി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ, ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. സാധാരണ എല്ലാവരും പോട്ടി വറുത്തരച്ചാണ് വെക്കാറുള്ളത്. പക്ഷെ ഇതുപോലെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ സൈഡിൽ ഈ ഒരു തിക്ക് പോട്ടി ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി പിന്നെ കാണാം.